الرحمن الرحيم ആലുവയിൽ വീണ്ടും വെടിപൊട്ടി. ആദർശ കേരളത്തിന്റെ കൂർത്ത ചോദ്യശരങ്ങൾക്ക് മുമ്പിൽ ഇത്തവണ തളർന്നൊടുങ്ങിയത് ഒരു പതിറ്റാണ്ടിലേറെക്കാലം ഒരു മഹല്ലിൽ ഖതീബും മുദരിസുമായി വേഷം കെട്ടുകയും ഒരു സമുദായത്തിനോട് കൊടും വഞ്ചന ചെയ്ത് മറുകണ്ഠം ചാടുകയും ചെയ്ത നൂറുദ്ദീൻ ലബ്ബാദാരിമി എന്ന വഹാബി പുരോഹിതനായിരുന്നു. മണ്ണാർക്കാടും മഞ്ചേശ്വരത്തും എടമുട്ടത്തും കോട്ടക്കലും ആലുവയിലും വിഗ്രഹങ്ങൾ വീണുടയുന്നത് നേർക്കുനേർ കണ്ടിട്ടും കണ്ണുകൾ മുറുക്കിയടച്ച ഈ പണ്ഡിതവേഷധാരി തന്റെ ദർശീജ്ഞാനത്തിന്റെ ഗരിമ കൊണ്ട് യുവപണ്ഡിതരെ വലിച്ചുകുടിക്കാൻ തോട്ടുമുഖത്തെത്തി തോറ്റമ്പുകയായിരുന്നു. ബിദഈ ബാന്ധവത്തിനു ശേഷം 10 വർഷത്തിലേറെ താൻ മൗലിദോദിയ മഹല്ലിൽ വെച്ച് സുന്നി ആദർശങ്ങൾക്കെതിരെ പ്രസംഗിച്ച മൗലവിയെ നാട്ടുകാർ പിടികൂടി. തുടർന്ന് തന്റെ പ്രസംഗത്തിലെ ഏത് പരാമർശങ്ങളെക്കുറിച്ചും ആർക്കും എത്രയും ചോദിക്കാമെന്നും തനിക്ക് ചോദ്യത്തിനുള്ള അവസരം വേണ്ടെന്നും ഹുങ്കോടെ പറഞ്ഞ് സംവാദ വ്യവസ്ഥ എഴുതിയ മൗലവി പക്ഷേ സുന്നികൾ ചോദിച്ച് കേവലം 3 ചോദ്യങ്ങളിൽ ഒന്നിനു പോലും അരമറുപടി പോലും പറയാനാവാതെ ഓരോ 5 മിനിറ്റിലും ഓരോ പ്രസംഗങ്ങൾ കാച്ചുകയായിരുന്നു. വിഷയാവതരണത്തിനായി അരമണിക്കൂർ ചോദിച്ചു വാങ്ങിയ മൗലവിക്ക് പക്ഷേ 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും വിഷയദാരിദ്ര്യം അനുഭവപ്പെട്ടു. ആവർത്തിച്ചാവർത്തിച്ചു വലിച്ചു നീട്ടി 10 മിനിറ്റ് മുമ്പേ മൗലവി അരങ്ങൊഴിഞ്ഞു. അല്ലാഹുവാണ് സൃഷ്ടാവും പരിപാലകനും. ദൈവം എന്ന നിലക്കുള്ള എല്ലാ വിധേയത്വങ്ങളും തേട്ടങ്ങളും അർഹിക്കുന്നവൻ അവൻ മാത്രമാണ്. ഹൈന്ദവത കൃഷ്ണനിലും ക്രൈസ്തവത ക്രിസ്തുവിലും ദിവ്യത്വം ദർശിച്ചു. അവരോട് പ്രാർത്ഥിച്ചു. മുസ്ലിം അല്ലാഹു അല്ലാത്ത ആരിലും ദിവ്യത്വം ദർശിച്ചില്ല. അവൻ അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ചു. നിങ്ങൾ മുശ്രിക്കുകളായി പോകുമെന്ന് ഞാൻ ഭയപ്പെടുന്നില്ല എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വെറുതെയല്ല. ശിർക്കിനെയല്ല, ശിർക്കാരോപണത്തിനെയാണ് മുഹമ്മദീയ സമുദായത്തിൽ തിരുനബി ഏറ്റവും കൂടുതൽ പേടിച്ചത്. അഭൗതികമായ സഹായത്തേട്ടങ്ങൾക്കാണ് പ്രാർത്ഥനയെന്ന് പറയുന്നതെന്നും അതിനാൽ സ്നേഹാതിരേകത്താൽ തിരുനബിയെ വിളിച്ച് സങ്കടം പറയുന്ന വിശ്വാസികൾ വിഗ്രഹാരാധകരാണെന്ന് പ്രസംഗിക്കുന്ന വഹാബികൾ പണ്ഡിതന്മാരുമായി മുഖാമുഖമിരിക്കുമ്പോൾ ഹദീസുകൾക്ക് മുമ്പിൽ കൂമ്പടയുന്നു. കോട്ടക്കലിൽ തിരുനബി ഉമ്മത്തിന്റെ അഭയകേന്ദ്രമാണെന്ന ഹദീസും, കുന്നത്തേരിയിൽ ഈസാ നബി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹായം ചോദിക്കുന്ന ഹദീസും, അവസാനം തോട്ടുമുഖത്ത് റബീയ റളിയല്ലാഹു അൻഹു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വർഗത്തിലെ ഉന്നത പദവി ചോദിച്ച ഹദീസും അഭൗതിക കാര്യങ്ങൾ ചോദിക്കുന്നത് പ്രാർത്ഥനയല്ല എന്നതിന്റെ നേർസാക്ഷ്യങ്ങളാണ്. ഈ ഹദീസുകൾ ഓരോന്നും വഹാബിസത്തിന്റെ കുടൽ മാന്തിപ്പൊളിക്കുന്നു. റബീയ റളിയല്ലാഹു അൻഹു
തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വർഗ്ഗത്തിലെ മഹോന്നത സ്ഥാനം ചോദിച്ചുവെന്നത് ശരിയല്ലെന്നും സ്വർഗ്ഗലബ്ധിക്കു വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെടുക മാത്രമാണ് ചെയ്തതെന്നും പ്രസംഗിച്ച മൗലവിയെ യുവപണ്ഡിതർ പിടികൂടി. ഇമാം മുസ്ലിം ഉദ്ധരിച്ച റബിയ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിന്റെ ദിശ തിരിച്ചുവിടാൻ മൗലവി എടുത്തിട്ട തൊബ്രാനിയുടെ ഹദീസിന്റെ സനദ് വായിച്ച് റാവിമാർ സത്യസന്ധരാണെന്ന് തെളിയിക്കണമെന്ന് സുന്നിപക്ഷം ആവശ്യപ്പെട്ടപ്പോൾ അതിനൊട്ടും സാധിക്കാതെ ഒടുവിൽ വഹാബികളുടെ അവസാന പിടിവള്ളിയും ദുർബലമാണെന്ന് സമ്മതിച്ചു മൗലവി. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വർഗ്ഗത്തിലെ ഉന്നത സ്ഥാനം ചോദിച്ച റബിയ റളിയല്ലാഹു അൻഹു മുശ്രിക്കാണോ എന്നാവർത്തിച്ചാവർത്തിച്ച് ചോദിച്ചിട്ടും സ്വർഗ്ഗം വാഗ്ദാനം ചെയ്യപ്പെട്ട ഒരു സ്വഹാബി മുശ്രിക്കല്ലെന്ന് പറയാനുള്ള ആർജവം പോലും 55 തികഞ്ഞ കപട തലപ്പാവുധാരിക്ക് ഇല്ലാതെ പോയത് സങ്കടകരം തന്നെ. ചോദ്യങ്ങൾക്ക് മറുപടി പറയാനാവാതെ ഇസ്തിഗാസ അനുവദനീയമാണെന്ന് തെളിവ് സഹിതം വ്യക്തമാക്കിയ ഇമാം ബറൂസവിയെയും റാസിയെയും ജീലാനിയെയും ഷാഹ് വലിയുല്ലാഹി ദഹ്ലവിയെയുമൊക്കെ ഇസ്തിഗാസ വിരുദ്ധരായി ചിത്രീകരിച്ചത് ചരിത്രത്തിലെ ഏറ്റവും വലിയ തമാശയായിരുന്നു. അവസാനം സുബ്കി ഇമാമും റംലി ഇമാമും പറഞ്ഞ പോലെ ഇസ്തിഗാസ അനുവദനീയവും പുണ്യവുമാണെന്ന് വ്യക്തമായും ജിന്നിനോട് തേടുന്നത് ശിർക്കല്ലെന്ന് പറഞ്ഞ സക്കരിയ അടക്കമുള്ള വഹാബി തീവ്രവാദികൾ മുശ്രിക്കുകളാണെന്ന് വ്യംഗ്യമായും സമ്മതിച്ച് വഹാബിസത്തിന് മരണമണി മുഴക്കിയാണ് സംവാദവേദിയിൽ നിന്നും മൗലവി ഇറങ്ങിപ്പോയത്. ഉദ്യോഗജനകമായ ആ രംഗങ്ങൾ നിങ്ങൾ കണ്ടാസ്വദിക്കുക.